നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്പന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വിമർശിച്ച് ഹൈക്കോടതി. വിവാഹമോചനത്തിന് പൊതുനിയമം വേണമെന്ന് ഹൈക്കോടതി. ഇസ്ലാമിക രാജ്യങ്ങൾ പോലും മുത്തലാഖിനെ അംഗീകരിച്ചിട്ടില്ല. പൊതുനിയമം ശരീഅത്തിന് എതിരാകുമെന്ന ആശങ്ക തെറ്റെന്നും ഹൈക്കോടതി. വിശദീകരണം: മുത്തലാഖിൽ മുസ്ലിം വ്യക്തി നിയമ ബോർഡിനെതിരെ അലഹബാദ് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾ മുത്തലാഖിന്റെ കാര്യത്തിൽ വിവേചനത്തിനിടയാവുന്നു. വിവാഹ നിയമങ്ങൾ ഏകീകരിച്ചാൽ മാത്രമേ നിലവിലെ സ്ഥിതിയിൽ മാറ്റം വരികയുള്ളൂ. മുത്തലാഖിനെതിരായ വിധിപകർപ്പ് കേന്ദ്ര നിയമ മന്ത്രാലയത്തിനും നിയമ കമ്മീഷനും അയക്കാനും ഹൈക്കോടതി ഉത്തരവ്. സോളാറിൽ തടവും പിഴയും. സോളാർ തട്ടിപ്പ് കേസിൽ ബിജു രാധാകൃഷ്ണനും സരിത നായർക്കും 3 വർഷം തടവും 10,000 രൂപ പിഴയും. പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ്. ആലുവ സ്വദേശിയിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിച്ച കേസിൽ സീരിയൽ താരം ഷാലു മേനോനെ കോടതി വെറുതെ വിട്ടു. ബിജുവിനും സരിതയ്ക്കുമെതിരെ വഞ്ചനാ കുറ്റം തെളിഞ്ഞെന്ന് കോടതി. കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച സോളാർ തട്ടിപ്പ് പുറത്തു വന്നത് ആലുവ സ്വദേശി സജാദ് നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലായിരുന്നു. പഴിയും പ്രതിഷേധവും. നോട്ട് നിരോധനത്തിൽ പ്രതിപക്ഷത്തിനെതിരെ വീണ്ടും പ്രധാനമന്ത്രി. അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷം എപ്പോഴും എതിരാണ്. പാർട്ടിയേക്കാൾ വലുതായി രാജ്യത്തെ കാണണം. രാജ്യത്ത് ഡിജിറ്റൽ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കണമെന്നും BJP പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദി. അതിനിടെ തുടർച്ചയായ സഭാസ്തംഭനത്തിൽ ന്യായീകരണവുമായി രാഷ്ട്രപതിക്ക് മുന്നിൽ പ്രതിപക്ഷ നേതാക്കൾ. സഭ തടസ്സപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം സർക്കാരിന്. പാർലമെന്റിൽ ഭരണപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപം. സർക്കാരിന് ശാസന. പിണറായി സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ്. കേരളത്തിൽ ഭരണം മരവിച്ചെന്നും അഴിമതിക്കാർക്ക് സർക്കാർ സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നും ആക്ഷേപം. സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചക്കളത്തിപ്പോര്. EP ജയരാജനെതിരായ അന്വേഷണത്തിൽ ജേക്കബ് തോമസിന്റെ മഞ്ഞക്കാർഡും ചുവപ്പുകാർഡും എവിടെ പോയെന്ന് ചോദ്യം. വിജിലൻസ് ഡയറക്ടർ സർക്കാരിന്റെ കളിപ്പാവയായി മാറി. ജേക്കബ് തോമസിനെതിരായ പരാതി മുഖ്യമന്ത്രി തലയണക്കടിയിൽ വച്ച് കിടന്നുറങ്ങുന്നു എന്നും പരിഹാസം. പഴുതടയ്ക്കുന്ന പ്രതിരോധം. ബന്ധുനിയമന വിവാദത്തിൽ അന്വേഷണം പുരോഗമിക്കവേ നിയമന മാനദണ്ഡങ്ങൾ മറികടന്നില്ലെന്ന മൊഴിയുമായി EP ജയരാജൻ. നിയമനം ലഭിച്ചെന്ന് പറയപ്പെടുന്ന സുധീർ നമ്പ്യാർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ MD ചുമതല ഏറ്റെടുത്തിട്ടില്ല. വിശദീകരണം: MLA ഹോസ്റ്റലിൽ വിജിലൻസ് സംഘം നടത്തിയ തെളിവെടുപ്പിൽ യോഗ്യതയും മാനദണ്ഡവും പാലിച്ച് മാത്രമേ നിയമനം നടത്താവൂ എന്ന് വ്യവസായ വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നതായി ജയരാജൻ. കേസിൽ വ്യവസായ വകുപ്പ് സെക്രട്ടറി പോൾ ആന്റണിയുടെ മൊഴി രേഖപ്പെടുത്തിയ വിജിലൻസ് സംഘം മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തേണ്ട സാഹചര്യം ഇല്ലെന്നും വ്യക്തമാക്കി. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,560 രൂപ, പവൻ 20,480 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്പന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30 കിരണ ചേരും. നമസ്കാരം.